നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫസിക്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം എന്നാണ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത്. ഇപ്പോഴും അത് തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള സാഹചര്യം എന്താണെന്ന് ആദ്യമേ തന്നെ വ്യക്തമാക്കിയേക്കാം. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് നമുക്കെതിരെ അതിശക്തമായ ഒരു സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് അറിയാം. അതൊരു വ്യക്തിയാണോ നടത്തുന്നത്, ഒരു പ്രസ്ഥാനമാണോ നടത്തുന്നത്, അതോ വ്യക്തിയെ കൊണ്ട് മറ്റാരെങ്കിലും ചെയ്യിക്കുന്നതാണോ എന്നൊന്നും നമുക്കറിയില്ല. അത്തരത്തിലുള്ള സൈബർ ആക്രമണത്തിന് നമ്മുടെ ചാനലിനെ പഠനത്തിനായിട്ട് ആശ്രയിക്കുന്ന ധാരാളം കൂട്ടുകാർ പ്രതികരണമെന്ന നിലയിൽ അവരുടെ അഭിപ്രായമൊക്കെ രേഖപ്പെടുത്തിയപ്പോൾ അത്തരത്തിൽ പ്രതികരിച്ചിട്ടുള്ള കുട്ടികളെ വളരെ മോശമായ രീതിയിൽ തന്നെ അപഖ്യാതി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അശ്ലീലപരമായ പരാമർശങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അപമാനിക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടുന്നത്, അതിനൊരു മറുപടി നൽകേണ്ടുന്നതും അത്യന്താപേക്ഷിതമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്രകാരം ചെയ്യുന്നത്. കാരണം ഒരു യാത്ര പുറപ്പെടുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. ഒരു സർക്കാർ ജോലി എന്നൊരു ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് പോകുമ്പോൾ ആ ലക്ഷ്യം നേടുവാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു മാർഗദർശി എന്ന നിലയിലാണ് ഇപ്പോൾ നമ്മുടെ ചാനലും അതിന്റെ പ്രധാനപ്പെട്ട നടത്തിപ്പുകാരൻ എന്ന നിലയിൽ ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാനലിനെതിരെയും എനിക്കെതിരെയും വരുന്ന വ്യക്തിപരമായിട്ടുള്ളതുമായിട്ടുള്ള ആക്രമണങ്ങൾ കാണുമ്പോൾ കൂടെ നിൽക്കുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കും. അത്തരത്തിൽ പ്രതികരിക്കുന്ന കുട്ടികൾക്കെതിരെ അശ്ലീല പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് ശരിയല്ല എന്നാദ്യമേ തന്നെ പറയുകയാണ്. അതൊരു വ്യക്തിയാണെങ്കിലും അതല്ല, വ്യക്തിയെ കൊണ്ട് മറ്റാരെങ്കിലും ചെയ്യിക്കുന്നതാണെങ്കിലും അത് ശരിയല്ല എന്നാണ് പറയുവാനുള്ളത്. ഇനി എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള പ്രതികരണം വളരെ പൊടുന്നനെ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യം എന്ന് യുക്തിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ പറയുന്ന കാര്യം എന്താണ്? നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കോഴ്സ് നമ്മൾ ഓൺലൈനായിട്ട് ആരംഭിക്കുന്നു. ഒരുപാട് പൈസയൊന്നുമില്ല, 1500 രൂപ, വെറും 1500 രൂപയ്ക്ക് പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ട് സിലബസിലുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ സിലബസിലുള്ള വിഷയങ്ങളുടെ വീഡിയോ ക്ലാസ്സുകളും ഓഡിയോ ഡിസ്കഷനുകളും PDF നോട്ട്സുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ വരെ നമ്മുടെ അക്കാഡമി നടത്തിയിട്ടുള്ള സബ്ജക്ട് വൈസിലുള്ള പരീക്ഷകൾ, മോഡൽ പരീക്ഷ ഉൾപ്പെടെ 200ഓളം മോഡൽ പരീക്ഷകൾ, അതായത് 20,000ഓളം ചോദ്യങ്ങളും ഉൾപ്പെടുന്ന ഒരു സെറ്റാണ് നമ്മൾ ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഓഫ്ലൈൻ കോഴ്സിന് നൽകുന്നത് എന്ന് പറഞ്ഞിരുന്നത്. സ്വാഭാവികമായിട്ടും മറ്റു പലർക്കും അത് ക്ഷീണമായിരിക്കും. ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്കറിയാം ഏത് രീതിയിലാണ് ക്ലാസ്സുകളുടെ നിലവാരം. അതുകൊണ്ട് അത് നിർണയിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നേ ഉള്ളൂ. ഇനി രണ്ടാമതൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ചേർത്തല കേന്ദ്രമാക്കിയിട്ട് ഓഫ്ലൈൻ ക്ലാസ്സുകളും ആരംഭിക്കാനായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. നമുക്ക് നേരത്തെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. ആ കൊറോണ സമയം വന്നപ്പോൾ സാമൂഹിക അകലം എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി ആയപ്പോൾ 3 മീറ്റർ അകലം പാലിച്ചിരിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഒരു ക്ലാസ് മുറി നടത്തിക്കൊണ്ടു പോകാൻ ബുദ്ധിമുട്ട് വന്നതിനെ തുടർന്ന് നമ്മളുടെ സെന്ററുകൾ നമ്മൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ട് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. അത്തരത്തിൽ നമ്മുടെ ആദ്യത്തെ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നതും പിന്നീട് ഓൺലൈൻ ക്ലാസ്സുകളിൽ തുടർന്നതുമായിട്ടുള്ള കുട്ടികൾ പലരും ഇപ്പോൾ സർവീസിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. പലർക്കും അഡ്വൈസുകളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ അഡ്വൈസ് ലഭിച്ച കുട്ടികളുടെ ഫോട്ടോസ്, അവരുടെ അഡ്വൈസ് മെമ്മോ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സന്തോഷ സൂചകമായിട്ട് അതുപോലെ പഠിക്കുന്ന മറ്റു കുട്ടികൾക്ക് പ്രചോദനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ തുറവൂരിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു ഈവനിങ് ബാച്ചിൽ പഠിച്ചിരുന്ന രാഹുൽ കൃഷ്ണൻ എന്ന ഒരു കുട്ടി, അവന് ലഭിച്ച അഡ്വൈസ് മെമ്മോ എനിക്ക് അയച്ചു തന്നു. അവന്റെ സന്തോഷമാണ്, നമ്മളത് ചാനലിൽ പോസ്റ്റ് ചെയ്തു. ആദ്യം വന്നൊരു കമന്റ് വെച്ചാൽ അദ്ദേഹം ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടിയായതുകൊണ്ട് അങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ളൊരു കമന്റാണ് വന്നിരുന്നത്. അത് ഞാൻ കണ്ടു. ഞാനത് എന്ത് ചെയ്യുകയാണ്, സ്വാഭാവികമായിട്ടും ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ഉണ്ടായത്. എന്നാൽ അതിനുശേഷം എനിക്കെതിരായിട്ട് വ്യക്തിപരമായിട്ട് ധാരാളം ആക്ഷേപങ്ങളാണ് ഉന്നയിക്കുന്നത്. എന്റെ യോഗ്യതയെ സംബന്ധിച്ച്, മറ്റു പല കാര്യങ്ങളെ സംബന്ധിച്ചുമാണ്. എന്നെ അറിയുന്ന ആളുകൾക്ക് അറിയാം ഞാൻ എന്താണ്, എങ്ങനെയാണ്. ഇനി അറിയാൻ പാടില്ലാത്ത ആളുകൾക്കാണെങ്കിൽ ഞാൻ നൽകിയ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, അത് നോക്കി വിലയിരുത്തുവാൻ സാധിക്കുന്നതാണ്. അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് വേണ്ടി പറയുകയാണ്, ഞാൻ 2010 മുതൽ ഈ മത്സര പരീക്ഷാ പരിശീലന രംഗത്താണുള്ളത്. UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിലാണ് ആദ്യമായിട്ട് ഈ മേഖലയിൽ വരുന്നത്. അതിനുശേഷം UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം നൽകുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിലേക്ക് മാറ്റപ്പെട്ടു. കഴിഞ്ഞ 13 വർഷമായിട്ട് അധ്യാപകൻ എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ കോവിഡിന്റെ സമയത്ത് നമുക്ക് നമ്മുടെ സെന്ററുകൾ അടച്ചുപൂട്ടേണ്ടതായിട്ട് വന്നു. എന്നാൽ വീണ്ടും ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമ്മൾ ചേർത്തലയിൽ തന്നെ ഒരു സെന്റർ, ചേർത്തല ടൗണിൽ തന്നെ ഒരു സെന്റർ ഓഫ്ലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇവിടെ നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനം ഉൾപ്പെടെയാണ് നമ്മൾ
സെന്റർ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ബന്ധപ്പെട്ടുകൊണ്ട് പരസ്യം ഉൾപ്പെടെ നമ്മൾ നൽകുന്നുണ്ട്. മറ്റാരും ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതായത് അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. അഡ്മിഷൻ ഫീസ് എത്രയാണ് ഓഫ്ലൈൻ ക്ലാസ്സിലെന്ന് നിങ്ങൾക്കറിയാം അല്ലെ? ഇനി പ്രതിമാസം ഫീസ് വാങ്ങിപ്പിച്ച് പഠിക്കുന്ന സ്ഥാപനങ്ങൾ നൽകുന്ന ഫീസ് എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് എന്താണ്? വെറും 800 രൂപ മാത്രമാണ്. ആ ഒരു രൂപയ്ക്ക് സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ലാഭം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. നമ്മൾ ലാഭം നോക്കാറില്ല. നമ്മൾ ഇത്രയും കാലം നൽകിക്കൊണ്ടിരുന്നത് ചാരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ്. മരത്തണലിലിരുത്തി കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ് കേൾക്കാനായിട്ട് ധാരാളം കുട്ടികൾ തിരക്കി പിടിച്ച് വീട്ടിൽ വരുന്നവർക്ക് വന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സെന്റർ, അതാണ് നമ്മൾ ചേർത്തലയിൽ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് മറ്റു പലർക്കും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല എന്നതിന്റെ അടിസ്ഥാനം തന്നെയാണ് ഇത്തരത്തിൽ എന്താണ് നമ്മൾ കൂലി തല്ലുകാരെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ അധിക്ഷേപങ്ങൾ ചുരിയുക, അതിന് പ്രതികരണം കൊടുത്ത ഉദ്യോഗാർത്ഥികൾ, പെൺകുട്ടികൾ പോലും വെറുതെ വിടാത്ത രീതിയിൽ എന്താണ് അശ്ലീലപരമായ പരാമർശങ്ങൾ നടത്തുക എന്ന് പറയുന്ന രീതിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ പറയുന്ന ആൾക്കാരുമുണ്ട്, പറയിപ്പിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ പറയുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത് അല്ലെ? ഒരു വ്യക്തി അദ്ദേഹത്തിനെ നല്ല രീതിയിൽ പെരുമാറണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അന്തരീക്ഷം നല്ലതാവണം. നമ്മളൊരു പൈപ്പിലൂടെ, പലപ്പോഴും പറഞ്ഞ ഒരു പൈപ്പിലൂടെ മോശം വെള്ളം വന്നു കഴിഞ്ഞാൽ പൈപ്പ് അതിന്റെ ടാപ്പ് മാറ്റിയിട്ട് കാര്യമില്ല, ആ ടാങ്കാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. അതേപോലെ ഒരു വ്യക്തി മോശമായിട്ട് ഇത്തരം അധിക്ഷേപങ്ങൾ ചുരിയുകയാണെങ്കിൽ അയാളോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പറയേണ്ടത് ആരെയാണ്? കുടുംബത്തിലുള്ള ആൾക്കാരെയാണ് പറയേണ്ടത്. നമുക്ക് ആരാണെന്ന് അറിയില്ല. അഡ്രസ്സുള്ള ആൾക്കാർ മാത്രമാണെങ്കിലല്ലേ നമുക്കിത് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതൊരു വശമാണ്. പിന്നെ ഇങ്ങനെയുള്ള അറ്റാക്കുകൾ വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യമുണ്ട്. അതായത് ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ ആകാശത്ത് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഓരിയിടുന്ന ജീവികളുണ്ട്. ഇപ്പൊ ചിങ്ങമാസം തീരാൻ പോവുകയാണ്, ഇനി വരാനിരിക്കുന്ന അവരുടെ മാസവുമാണ്. അപ്പോൾ അതിന് ഓരിയിടാറുണ്ട്. ഈ ഓരിയിടൽ കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കൊരു അസഹ്യത ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓരിയിടുന്ന നായെ കല്ലുവലിച്ചെറിയും. ഈ കല്ലേറ് കിട്ടിയാലും നായ ചെയ്യുന്ന എന്താണ്? ഓരിയിടൽ തന്നെയാണ് നായക്ക് ചെയ്യുവാനായിട്ടുള്ള മാർഗം. അതല്ലാതെ വേറൊരു മാർഗവും നായക്കില്ല. നായ ഓരിയിട്ട് കൊണ്ട് തന്നെ ഇരിക്കും. ഇനി ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് മറ്റാരെങ്കിലും ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അക്കാഡമിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരക്കാരുടെ ഒരു ആവശ്യവും ഞങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഈ ഒരു സൈബർ അറ്റാക്ക് വന്നതുകൊണ്ട് നമ്മളൊരു കാര്യം കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ചേർത്തലയിൽ ഇങ്ങനെ ഒരു ഓഫ്ലൈൻ സെന്റർ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു അതിക്രമം അല്ലെങ്കിൽ ഒരു സൈബർ അറ്റാക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്, ഈ ഒരു സെന്ററിൽ മാത്രമായിട്ട് ബാസിസ് അക്കാഡമി ഒതുങ്ങുന്നില്ല. നമ്മൾ ഈ ഒരു പ്രതികരണം എന്ന നിലയിൽ, ഈ ഒരു സൈബർ അറ്റാക്കിനുള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ ഇത് ചെയ്തവനും ചെയ്യിപ്പിച്ചവനും ആരായാലും നമ്മൾ ഒരു മറുപടി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഒരു സെന്റർ കൂടി ആരംഭിച്ചുകൊണ്ടായിരിക്കും. അത് ഈ ആലപ്പുഴ ജില്ലയിലല്ല, ബാക്കി 13 ജില്ലകളിൽ ഏതെങ്കിലും ഒരു ജില്ല തിരഞ്ഞെടുത്ത് അവിടെ ബാസിസ് അക്കാഡമിയുടെ ഒരു സെന്റർ തുടങ്ങാനാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അവിടെയും ഇതേപോലെ അഡ്മിഷൻ ഫീസ് ഇല്ലാതെ മറ്റ് സ്ഥാപനങ്ങൾ വാങ്ങിക്കുന്ന മന്ത്ലി ഫീസിനേക്കാളും കുറഞ്ഞ ഫീസ് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കും. കാരണം നമുക്ക് ലാഭം എന്നുള്ളത് നമ്മുടെ പരിഗണനയില്ല. നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു സർവീസാണ്. പ്രവർത്തിച്ചു പോവുക. പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകർക്ക് അവരുടെ ഒരു പേയ്മെന്റ് കൊടുക്കുക. സ്ഥാപനത്തിന്റെ എന്താണ് ഒരു റെന്റ് ഉണ്ടെങ്കിൽ അതും കൊടുക്കുക. അല്ലാതെ അതിനപ്പുറത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ നമുക്ക് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ എതിർക്കുവാൻ വരുന്ന സൈബർ അറ്റാക്കുകൾ നടത്തുവാൻ വരുന്ന ആളുകളൊന്ന് ചിന്തിക്കുക. നിങ്ങളിങ്ങനെ എതിർക്കാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യാനുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 14 ജില്ലകളിലും ഇതേപോലെ ഓരോ സെന്ററുകൾ തുടങ്ങുകയും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വ്യവസായത്തെ തകർക്കുകയല്ല, കുറച്ചുകൂടി എന്താണ് ജനകീയമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക മാത്രമാണ് ഞങ്ങൾക്കുള്ള പോംവഴി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സെന്റർ പുതിയതായിട്ട് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ 13 ജില്ലകളിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ. അത് ഏത് ജില്ലയിലാവണം എന്ന് നിങ്ങൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ തന്നെ ഈ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അത് നമ്മുടെ മാനേജ് ചെയ്യുന്ന ടീംസ്, അതായത് നമ്മുടെ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ച അവിടെ ഒരു സെന്റർ എന്തായാലും വളരെ കുറഞ്ഞ ഫീസിൽ ഒരെണ്ണം തുടങ്ങാനായിട്ട് തീരുമാനിക്കുന്നതാണ് എന്ന് കൂടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്, നമ്മൾ ചേർത്തലയിൽ നമ്മളുടെ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങുകയാണ്. അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഓഫ്ലൈൻ ക്ലാസ് നമുക്കുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ 1500 രൂപയാണ് ടോട്ടൽ കോസ്റ്റ് പ്രിലിമിനറിക്ക് മെയിൻസിനും വേണ്ടിയിട്ട്. ഓഫ്ലൈൻ ക്ലാസ് എന്ന് വെച്ചാൽ വെറും 800 രൂപ മന്ത്ലി ഫീസിൽ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാസിസ് അക്കാഡമി എന്ന് പറഞ്ഞ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതുമാണ്. അപ്പോൾ നമ്മുടെ എതിരെയുള്ള സൈബർ അറ്റാക്ക് നടത്തുന്നവർക്കുള്ള മറുപടി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള
സെന്ററുകൾ, അതായത് ജനകീയ PSC കോച്ചിങ് സെന്ററുകൾ സ്ഥാപിച്ചുകൊണ്ട് ക്വാളിറ്റിയുള്ള ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് കൂടുതൽ റിസൾട്ടുകൾ സൃഷ്ടിച്ചുകൊണ്ട് കൂടുതൽ ഉദ്യോഗാർത്ഥികളെ സർക്കാർ സർവീസിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ ഭാസീസ് അക്കാഡമി എന്നുള്ള ശൃംഖല വിപുലമാക്കിക്കൊണ്ടായിരിക്കും ഞങ്ങൾ ചെയ്യുക എന്ന് വളരെ വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നു.